ശബരിമലയിൽ ശുചീകരണ പ്രവർത്തനങ്ങളുമായി വിവിധ വകുപ്പുകൾ. അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയാണ് ശുചീകരണ പ്രവർത്തികൾ നടന്നത്. മണ്ഡലകാല തീർത്ഥാടനം കഴിഞ്ഞ് ശബരിമല ക്ഷേത്രനട അടച്ചതോടെയാണ് വിവിധ സർക്കാർ വകുപ്പുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെയുള്ള മേഖല ശുചീകരിച്ചത്. 18 സെക്ടറുകളിൽ ഒരേ സമയം ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. അപ്പാച്ചിമേട് മുതൽ സന്നിധാനം വരെ വിവിധ ടീമുകളെ നിയോഗിച്ചാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. ശുചീകരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ പ്രാധാന്യം നൽകിയത് അരവണ പ്ലാന്റും പരിസരങ്ങളും, മാളികപ്പുറം ക്ഷേത്രത്തിന് പിൻവശത്തുള്ള ഭാഗം, ആയുർവേദ ആശുപത്രിയും പരിസരങ്ങളും തുടങ്ങിയ പ്രദേശങ്ങൾക്കാണ്. രാവിലെ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങളിൽ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ, വിശുദ്ധിസേന, വിവിധ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും സന്നദ്ധ സേവാ സംഘടനകളും കൈകോർത്തുകൊണ്ടാണ് വിപുലമായ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതെന്ന് ഡ്യൂട്ടി മജിസ്ട്രേറ്റ് കെ കൃഷ്ണകുമാർ പറഞ്ഞു. ഇപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു വർക്ക് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇന്നലെ മണ്ഡലപൂജ കഴിഞ്ഞു, അതിനോടനുബന്ധിച്ച് വന്നതായിട്ടുള്ള ക്ലീനിങ് ആക്ടിവിറ്റീസിലാണ് നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ റെഗുലറായിട്ട് 18 ടീമിനെ അപ്പാച്ചിമേട് മുതൽ സന്നിധാനം മുഴുവൻ കവർ ചെയ്യത്തക്ക വിധത്തിൽ 18 ടീമിനെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആ ടീമുകൾക്ക് ഓരോ ലീഡേഴ്സും അവർക്ക് അവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്നതായിട്ടുള്ള നല്ല വിപുലമായ ശൃംഖലയോട് കൂടിയതായിട്ടുള്ള സൗകര്യമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ സെക്ടറിലും വരുന്നതായിട്ടുള്ള ഏരിയ അവർ ക്ലീൻ ചെയ്ത് മുന്നേറുകയാണ്. ഇന്നിപ്പോൾ അതിന് പുറമെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതായിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്, റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ് നടത്തിയതിന് പുറമെ ചില ഏരിയകളിൽ നമുക്ക് വേസ്റ്റ് ഡംപ് ചെയ്ത് വരുന്നതായിട്ടുള്ള ആ ഒരു അളവ് കൂടുതലായി കണ്ടതായിട്ടുള്ള കുറച്ച് ഏരിയകൾ നമ്മൾ ഇന്നലെ സെലക്ട് ചെയ്തു. ആ സെലക്ട് ചെയ്തതായിട്ടുള്ള ഏരിയകൾ ഫോക്കസ് ചെയ്തിട്ടാണ് ക്ലീൻ നടക്കുന്നത്. ഡിസംബർ 30 വൈകുന്നേരം മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കുമ്പോൾ എല്ലായിടത്തും ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.